ഹലോ ഗേസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ തലേദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എയും ബിയും സിയും ഒന്നും നടന്നില്ല. ഫുള്ള് ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് തൊട്ട് ഡയറ്റ് പ്ലാൻ ചെയ്തിരുന്നു. ചെറുതായിട്ടൊരു പുറം വേദന ഉള്ളത് കൊണ്ട് ഒരു 2 ദിവസം കൂടെ ഡയറ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂഡ് വരുമല്ലോ. ഒന്ന് സെറ്റായതിന് ശേഷം എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലിരിക്കുമായിരുന്നു. പക്ഷേ നടന്നില്ല. ഈ അപ്പുക്കുട്ടൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഇത് ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബിൽ നിന്ന് കണ്ടൊരു വീഡിയോ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, കുറച്ചൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് പോയി എന്നാണ് പറഞ്ഞാൽ. ഞാനത് പിന്നെ നോക്കിയിട്ടില്ല. കാലത്ത് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്തു. പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പുക്കുട്ടൻ അത് കഴുകാൻ നീ അടിച്ചുവാരിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തു. അപ്പുക്കുട്ടൻ ഇതും ചുരണ്ടിക്കൊണ്ട് അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്തോരം വൃത്തിയായെന്ന് ഞാൻ പിന്നെ നോക്കിയില്ല, എനിക്കതിനുള്ള സമയവും കിട്ടിയില്ല. ഞാനങ്ങനെ പതുക്കെ അടിച്ച് വാരി അപ്പുക്കുട്ടൻ പോയിട്ട് പാത്രമൊക്കെ കഴുകാനുള്ള കാര്യങ്ങൾ നോക്കി. ഇത് കഴിഞ്ഞിട്ട് വൻ പ്ലാനിലായിരുന്നു. പച്ചക്കറി എടുത്ത് നമ്മൾ ഒരു വെജ് ചെറിയൊരു കറിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഉച്ചയ്ക്ക് അത് കഴിക്കാം, വൈകുന്നേരം 2 ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അങ്ങനെ 2 ദിവസം കൊണ്ട് ഡയറ്റൊക്കെ സെറ്റാക്കി കഴിയുമ്പോൾ നമുക്ക് മൈൻഡിലൊരു നമുക്കിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അത് കഴിഞ്ഞ് പുറമേതിനെ കുറഞ്ഞ് കഴിയുമ്പോൾ എക്സസൈസും ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ചെയ്തിരുന്നത്. ചപ്പാത്തിക്കെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ച് ഞാൻ കുറേ നേരം കുഴച്ചിട്ടാണ് സെറ്റായത്. അറിയാൻ പാടില്ല, ചില പ്രാവശ്യം അങ്ങനെ റെഡി ആവാറൊന്നുമില്ല. പക്ഷേ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കുറേ നേരം ഇടിച്ചും പരത്തിയതും അതവിടെ സൈഡിൽ ഒതുക്കി വെച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ളതൊക്കെ എടുത്ത് അളന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്ത് പാതി ആയപ്പോഴാണ് എൻ്റെ ക്ലാസ് ടീച്ചർ വിളിക്കണത്. എന്തോ അവിടെ ചെയ്യാനുണ്ട്, അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനതെല്ലാം കൂടെ അവിടെ മൂടി വെച്ചിട്ട് ഞാൻ പോയി കേട്ടോ. പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് വന്നത്. മാമിനെ അടുത്ത് സംസാരിക്കാനായിട്ട് കിട്ടിയൊരു സമയമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്ളോഗിനെ പറ്റി കുറച്ച് പൊക്കി പറയുകയും ചെയ്തായിരുന്നു കേട്ടോ. വൈകുന്നേരം എൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ വർക്ക് എന്നെ ഏൽപ്പിച്ചത് ഞാൻ നല്ല രീതിക്ക് ചെയ്യാത്ത കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. നിൻ്റെ ആവശ്യമില്ല, ഇവിടെ നിന്ന് പൊക്കോ, നീ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഒന്നും ചെയ്യാനായിട്ട് അറിയില്ല, ഇത്രയും പ്രായമായിട്ട് നീ ഇതൊന്നും പഠിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് കാര്യം അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കി, റോൾ നമ്പർ നോക്കി അറേഞ്ച് ചെയ്യാനായിട്ട് തന്നത്. പക്ഷെ ഞാനത് ചെയ്ത് എത്ര ശരിയായില്ല, എനിക്കറിയാൻ പാടില്ല. ഒന്നാമത് വ്ളോഗ് എടുക്കണതിൻ്റെ ആ ഫ്ലോ പോയതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് ഹോസ്റ്റലിൽ കുരങ്ങനായിട്ട് കാലത്തോട്ട് ഭയങ്കര ശല്യമായിരുന്നു. ഫാമിലി ആയിട്ടൊരു 10-30 എണ്ണം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതവരുടെ കുഞ്ഞാട്ടോ. ഓക്കെ ഗായ്സ്, ബൈ.